ഇനിയിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ കൂടുതലും എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്, അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ട് ചെയ്തതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് തോന്നുന്നു ഒരു 60% ഭാഗ്യവും ബാക്കി ഒരു 40% എൻ്റെ വർക്കുമാണെന്ന് പറയാം. കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് കൃത്യമായ കാര്യങ്ങളിൽ ഞാൻ ചെയ്തു എന്നുള്ളത് അതൊരു ഭാഗ്യം കൊണ്ട് മാത്രം ചെയ്തതാണ്. അങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് വന്നത്. അതിനുശേഷം ഞാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഈ ചാനലാണെങ്കിൽ തന്നെ വലിയ ഗ്രോത്ത് ഇല്ലാത്ത ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇപ്പോഴും ധാരാളം നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എനിക്ക് 23 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിലൂടെ വെറുതെ കറങ്ങി നടക്കുമ്പോൾ അതാ ഒരു സ്വർണ്ണഖനി. ആ സമയത്ത് ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചിരുന്നു. ആ വെബ്സൈറ്റിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനായിട്ട് ചെറിയ പരിശ്രമമൊക്കെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ബ്ലോഗിങ്ങിൽ വലിയ മത്സരമുണ്ടായിരുന്നില്ല. ആ സമയത്ത് ബ്ലോഗിങ് ചെയ്തിരുന്നവരെല്ലാം ഹോബിക്ക് വേണ്ടി ചെയ്തിരുന്നവരായിരുന്നു. കഥകളും കവിതകളും അതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാഹചര്യത്തിൽ അങ്ങനെയുള്ളവരായിരുന്നു കൂടുതലും ബ്ലോഗിങ് ചെയ്തിരുന്നത്. അധികം ആരും ഒന്നും SEO ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ ഗൂഗിൾ ആൽഗുരിതം വളരെ സിമ്പിളായിരുന്നു. പഴയ ഒരു ഡൊമൈൻ നെയിം നേരത്തെ ആളുകൾ വാങ്ങി കുറേ നാൾ ഉപയോഗിച്ച ഒരു വെബ്സൈറ്റ് വാങ്ങിയാൽ ആ സമയത്ത് വലിയ പ്രയോജനമായിരുന്നു. കാരണം ബാക്ക് ലിങ്കുകൾക്ക് ആ സമയത്ത് ഗൂഗിൾ വലിയ പ്രാധാന്യമായിരുന്നു കൊടുത്തിരുന്നത്. അതായത് ഡൊമൈൻ അതോറിറ്റി എന്ന് പറയും. വളരെ നല്ല ഒരു സ്റ്റാർട്ടപ്പ് ഉപയോഗിച്ച ഒരു വെബ്സൈറ്റ് ഡൊമൈൻ ഭാഗ്യവശാൽ അവരുടെ രജിസ്ട്രേഷൻ തീർന്നപ്പോൾ എനിക്ക് വാങ്ങാനായിട്ട് സാധിച്ചു. അവരാണെങ്കിൽ നല്ല പബ്ലിസിറ്റി ഒക്കെ ചെയ്തതിനാൽ പല വലിയ പത്രസ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളിൽ നിന്നും ഈ ഒരു ഡൊമൈന് ബാക്ക് ലിങ്കുകൾ ധാരാളം ഉണ്ടായിരുന്നു. അവർ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ബോംബെയിൽ പാതിരാത്രിയിൽ സാധനങ്ങൾ ഇ-കൊമേഴ്സ് ആയിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു. വളരെ നല്ല ഈ ഒരു ഐഡിയ പക്ഷേ പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. അതിൻ്റെ പേര് ഫ്ലൈ ബൈ നൈറ്റ് എന്നുള്ള ഒരു പേരിലാണ് ആ ഒരു സ്റ്റാർട്ടപ്പ് അവർ തുടങ്ങിയത്. ഫ്ലൈ ബൈ നൈറ്റ് എന്ന് ഇപ്പോഴും സെർച്ച് ചെയ്താൽ അവരുടെ ലിങ്ക്ഡിൻ പേജും അതുപോലെ തന്നെ മറ്റു പല വിവരങ്ങളും കാണാം. അപ്പോൾ അവർക്ക് 2-3 വെബ്സൈറ്റുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് അവർ ഉപേക്ഷിച്ച ഒരു സൈറ്റാണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഡൊമൈൻ അതോറിറ്റി ഉള്ള ഒരു സൈറ്റാണ്. അതുപോലെ തന്നെ .in വെബ്സൈറ്റാണ്, ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സാധാരണ രീതിയിൽ ഇങ്ങനെ പഴയ വെബ്സൈറ്റ് ആകുമ്പോൾ അതിൽ ഓൾറെഡി ഏത് ടോപ്പിക്കിനെ കുറിച്ചുള്ള കണ്ടന്റ് ആണോ ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ് ഇടുമ്പോഴാണ് കൂടുതൽ പ്രയോജനം കിട്ടുന്നത്. എന്നാൽ ആ സമയത്ത് ഇവർ ഇ-കൊമേഴ്സ് സൈറ്റ് ആയിരുന്നെങ്കിലും ഞാനത് മാറ്റിയത് ഒരു സ്പോർട്സ് സൈറ്റായിട്ടായിരുന്നു. ഈ സ്പോർട്സ് എന്നുള്ള ടോപ്പിക്ക് തിരഞ്ഞെടുത്തത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഞാൻ ഇപ്പോഴും വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറി. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലാണെങ്കിൽ പോലും 3 കാറ്റഗറി വീഡിയോസാണ് ഞാൻ ഇടുന്നത്. ഫിറ്റ്നസ്, അതുപോലെ തന്നെ പൈസ, മണി മേക്കിങ്, അതുപോലെ തന്നെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് ഒതുങ്ങി ആ കാറ്റഗറിയെക്കുറിച്ച് മാത്രമുള്ള ടോപ്പിക് ഇടുന്നതാണ് ഒരു കണ്ടൻറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിലുള്ള ഏറ്റവും പ്രയോജനമുണ്ടാകുന്ന രീതി. എന്നാൽ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മാത്രം ചൂസ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്യാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ല. എത്രയും കുറച്ച് ഓഡിയൻസ് ഉള്ള വളരെ ചെറിയൊരു ടോപ്പിക്കിലേക്ക് നമ്മുടെ കണ്ടൻറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബ്ലോഗ് അല്ലെങ്കിൽ യൂട്യൂബ് നമുക്ക് ചുരുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. ആദ്യം ചെറിയൊരു ഓഡിയൻസിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനുശേഷം പിന്നീട് നമുക്ക് വേണമെങ്കിൽ ടോപ്പിക്കൊക്കെ അല്പം വൈഡായിട്ടുള്ള ഓഡിയൻസ് പറ്റിയ ടോപ്പിക്ക് നമുക്ക് ഇടാം. പക്ഷേ ആദ്യത്തെ സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പല ടോപ്പിക്കുകളെ കുറിച്ച് ബ്ലോഗ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഇടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്തായാലും ആ സമയത്ത് എനിക്ക് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വളരെ ഭാഗ്യം കൊണ്ട് സെലക്ട് ചെയ്യാൻ എനിക്ക് പറ്റി. എനിക്ക് തോന്നുന്നത് ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒരു നിഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കാറ്റഗറി എത്രയും നേരത്തെ തിരഞ്ഞെടുത്താൽ അത്രയും നേരത്തെ നമുക്ക് സക്സസ്ഫുൾ ആകാമെന്നാണ്. ലൈഫിലാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കരിയർ നമ്മൾ നേരത്തെ തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കതിൽ വലിയ പുരോഗതി ഉണ്ടാക്കുക. എന്തായാലും ആ സമയത്ത് വളരെ നല്ല ഒരു നിഷായിട്ടുള്ള ഒരു സ്പോർട്സ് പ്രൊഡക്റ്റുകളെ പറ്റിയുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ ഈ ഒരു ഡൊമൈൻ നെയിം വാങ്ങിയിട്ട് തുടങ്ങിയത്. സ്പോർട്സ് തിരഞ്ഞെടുക്കുന്നത് വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ആ സമയത്ത് ഓൺലൈനായി സാധനങ്ങൾ മേടിക്കുന്നത് അത്ര വ്യാപകമായിരുന്നില്ല, പലർക്കും പേടിയായിരുന്നു. എന്നാൽ സ്പോർട്സ് പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലെ പ്രധാന സിറ്റികളിൽ നിന്നും ആളുകൾ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വെബ്സൈറ്റ് സ്പോർട്സിനെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ ആളുകൾ സാധനം വാങ്ങുമ്പോൾ ബെസ്റ്റ് വെച്ച് സെർച്ച് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവില്ല. ഉദാഹരണം, ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അണ്ടർ 10,000 റുപ്പീസ്. ഇതുപോലെ സ്പോർട്സിന് വേണ്ടിയുള്ള ഒരു ബ്ലോഗാണ് ഞാൻ തുടങ്ങിയത്. ബെസ്റ്റ് വോളിബോൾ, ബെസ്റ്റ് ബാസ്കറ്റ് ബോൾ അല്ലെങ്കിൽ ബെസ്റ്റ് ബാഡ്മിൻ്റൺ റാക്കറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഓൾറെഡി ഡൊമൈൻ അതോറിറ്റി ഉണ്ട്, റാങ്ക് ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ സ്പോർട്സ് പ്രോഡക്റ്റ് സംബന്ധമായി എങ്ങനെ ആരെന്ത് സെർച്ച് ചെയ്താലും എൻ്റെ വെബ്സൈറ്റാണ് ആദ്യം ഗൂഗിളിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് വെറുതെ തട്ടിക്കൂട്ടിയ ഒരു വെബ്സൈറ്റ് അല്ലായിരുന്നു. ഞാൻ ഈ സ്പോർട്സ് പ്രോഡക്റ്റുകളെക്കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ടാണ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് പോസ്റ്റുകൾ എഴുതിയിരുന്നത്. അപ്പോൾ ഓരോ കാറ്റഗറിയിലുമുള്ള ബാഡ്മിൻ്റൺ ആണെങ്കിൽ ടോപ്പ് 10 ബാഡ്മിൻ്റൺ ഏതാണ്, ഇത്ര രൂപയ്ക്ക് താഴെയുള്ള ബാഡ്മിൻ്റൺ ഏതാണ്, അങ്ങനെയുള്ള സെർച്ച് ടേമുകളാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബാഡ്മിൻ്റൺ റാക്കറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങളും അത് വാങ്ങാനുള്ള ഒരു ബയേഴ്സ് ഗൈഡായിട്ടുള്ള ഒരു പോസ്റ്റുമാണ് ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓൺലൈനായിട്ട് സാധനങ്ങൾ ആളുകൾ വാങ്ങുമ്പോൾ ഒരു റിസർച്ച് നടത്തുമല്ലോ, അപ്പോൾ ആ റിസർച്ച് ഓൾറെഡി ഞാൻ നടത്തി അത് ബ്ലോഗ് പോസ്റ്റായി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ വരുമ്പോൾ വെബ്സൈറ്റിൽ കുറച്ച് ഈ ഓരോ പ്രൊഡക്റ്റിൻ്റെയും അഫിലിയേറ്റ് ലിങ്കുകൾ, ആ ഒരു പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ഓപ്ഷൻ, ബൈ ഫ്രം ആമസോൺ അല്ലെങ്കിൽ ബൈ ഫ്രം ഫ്ലിപ്കാർട്ട് എന്നുള്ള ഒരു ഓപ്ഷന് കൂടെ ലിങ്ക് കൂടെ ആഡ് ചെയ്യും. ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ആ സമയത്ത് അഫിലിയേറ്റ് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാം ഇപ്പോൾ അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ സമയത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്മീഷൻ റേറ്റ് വളരെ കൂടുതലാണ്. ഒരു 8, 9, 10% വരെ നമുക്ക് കിട്ടുമായിരുന്നു. ഒരു ബാഡ്മിൻ്റൺ റാക്കറ്റ് 2000 രൂപയുടെ വിൽക്കുകയാണെങ്കിൽ അപ്പോൾ 8% എന്ന് പറയുമ്പോൾ ഏകദേശം 160, 170 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. ഞാനൊരു അത്യാവശ്യം നല്ല ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്, ആളുകൾ വാങ്ങുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആളുകൾ പ്രൊഡക്റ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് വാങ്ങുന്ന അവസരത്തിൽ ഏറ്റവും നല്ലത് അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഒക്കെയാണ് ഇടുന്നത്. ഏറ്റവും നല്ലതിനെക്കുറിച്ചുള്ള ലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ സക്സസ്ഫുള്ളായ ഒരു കാര്യമായിട്ട് ഇത് മാറി. ആദ്യത്തെ 5-6 മാസം നല്ലതുപോലെ കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ വലിയ പണിയൊന്നും ചെയ്യാതെ തന്നെ എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് പണം വരാൻ തുടങ്ങി. മറ്റു ചിലവുകളൊന്നുമില്ലാതെ മാസം 15,000 തൊട്ട് 25,000 രൂപ വരെ കിട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ ഏറ്റവും ആദ്യം തുടങ്ങിയ ഒരു ബിസിനസ്സാണ് ഇതെന്ന് ഓർക്കണം. മിക്കവാറും പല ബിസിനസ് തുടങ്ങുന്നവരും 5-6 പ്രാവശ്യം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ശേഷമായിരിക്കും സക്സസ് ഉണ്ടാവുക. ഇത് ഒരു സ്നോബോൾ എഫക്റ്റ് പോലെയാണ്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കുറേ പോസ്റ്റൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇത് തന്നെ ഓടിക്കൊണ്ടിരിക്കാൻ തുടങ്ങും. അങ്ങനെ ആയതുകൊണ്ട് ചില സമയത്ത് ഞാൻ 1 മാസത്തോളം പിന്നെ ഒരു പണിയും ചെയ്യാതിരിക്കാൻ തുടങ്ങി. വല്ലപ്പോഴും എത്ര പ്രൊഡക്റ്റ് സോൾഡായി അല്ലെങ്കിൽ എത്ര രൂപ ആയി എന്ന് ഞാൻ നോക്കും. ഇതൊരു 3-3.5 വർഷത്തോളം തുടരുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ഒരു ഭാഗ്യം അങ്ങനെ ഭാഗ്യമായിട്ട് തന്നെ തുടർന്നില്ല എന്ന് മാത്രമല്ല, പിന്നീട് എനിക്ക് ലൈഫിൽ തന്നെ വലിയ പണികൾ കിട്ടാൻ കാരണമായ ഒരു സംഭവമായിട്ട് ഇത് മാറുകയായിരുന്നു. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു 3-3.5 വർഷം എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫ് പോലെയായിരുന്നു. പതിയെ വരുമാനം കൂടി കുറേ നാൾ നല്ല രീതിയിൽ പോയി, പിന്നെ പതിയെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു താഴേക്ക് പോകുന്ന സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഈ ഒരു താഴേക്ക് പോയ സമയത്ത് അതേ കാര്യം തന്നെ ഞാൻ കൂടുതൽ റീഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ വലുതാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് ഇപ്പോൾ ഒരു കോമൺ സെൻസായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. എന്നാൽ ആ സമയത്ത് എനിക്ക് തോന്നിയത് മറ്റു പല കാര്യങ്ങളും ചെയ്യാനാണ്. ഒരു ഡൈവേഴ്സിഫിക്കേഷൻ അറ്റംപ്റ്റ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങുക, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുക, അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ ചെയ്തു. പക്ഷേ അതിന് മുമ്പ് കുറച്ച് ലൂപ്പ് ഹോളുകളെ കുറിച്ച് ഞാൻ പറയാം. ആ സമയത്ത് ഞാൻ ഉപയോഗിച്ച ലൂപ്പ് ഹോളുകളാണ് പുതിയൊരു പ്ലാറ്റ്ഫോം, അത് ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക് തുടങ്ങി ഗവൺമെൻറ് പദ്ധതിയാണെങ്കിൽ പോലും ആദ്യം ചേരുന്നവർക്ക് കുറച്ച് അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ചൂഷണം ചെയ്യുന്നവരെ തടയാനുള്ള നിയമങ്ങൾ വരുമ്പോഴേക്കും അങ്ങനെയുള്ളവർ പരമാവധി പ്രയോജനം ഉണ്ടാക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ടാവും. ഓൺലൈൻ ടാക്സികൾ ഇന്ത്യയിൽ വന്ന സമയത്ത് ആദ്യത്തെ റൈഡ് ഫ്രീ ആണ്. അപ്പോൾ ചില ആളുകൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ കുറേ ഇമെയിൽ അഡ്രസ്സുകൾ ഉണ്ടാക്കി ആ ഒരു സ്ഥലം മുഴുവൻ കറങ്ങിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യമായി ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ കമ്പനികളിൽ സാധനങ്ങൾ വിറ്റവർക്ക് സെല്ലർ ഫീസ് ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയവർ അങ്ങനെ പല ആളുകളും കോടീശ്വരന്മാരാകുകയുണ്ടായി. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത ഒരു കാര്യമാണ് പറയുന്നത്. കോറ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് വളരെ വലിയ രീതിയിൽ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലോഗ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് കോറയാണ്. അപ്പോൾ കോറയിൽ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സ്പോർട്സ് പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ചോദ്യം ഞാൻ തിരഞ്ഞെടുത്തിട്ട് അതിനെക്കുറിച്ച് ഉത്തരം എഴുതും. എന്നിട്ട് അതിനുള്ളിൽ തന്നെ അഫിലിയേറ്റ് ലിങ്ക് ചേർക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കോറയിൽ അഫിലിയേറ്റ് ലിങ്ക് ചേർക്കാൻ പറ്റില്ല, അവർ ബാൻ ചെയ്യുന്നതാണ്. മാത്രമല്ല കോറയിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഉത്തരം എഴുതാൻ മടിയാണെങ്കിൽ, അപ്പോൾ ഒരു സ്പോർട്സ് പ്രോഡക്റ്റിനെ പറ്റിയുള്ള ചോദ്യമാണ്, അവിടെ നമ്മൾ ഉത്തരം എഴുതിയിട്ട് നമുക്ക് അഫിലിയേറ്റ് ലിങ്ക് ചേർക്കാം. എന്നാൽ ഉത്തരം എഴുതാൻ മടിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കോറയുടെ ഉത്തരങ്ങളെല്ലാം സമ്മറൈസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആൻസർ വിക്കി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സമ്മറിയായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ആൻസർ വിക്കിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം വരും. ഏറ്റവും മേളിൽ ആൻസർ വിക്കിയുടെ ഇതിൻ്റെ സമ്മറി എന്നുള്ള രീതിയിൽ ഏറ്റവും ആദ്യം അത് വരും. അപ്പോൾ ഞാൻ ചെയ്തതാണെന്ന് വെച്ചാൽ നേരെ ആൻസർ വിക്കിയിൽ ചെന്നിട്ട് ആളുകൾ എഴുതിയ പ്രൊഡക്റ്റിൻ്റെ ഒരു സമ്മറിയും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിൽ കുറേ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റും അതിനോടൊപ്പം എൻ്റെ അഫിലിയേറ്റ് ലിങ്കും കൂടെ ചേർക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വരുന്ന ആളുകൾ എൻ്റെ വെബ്സൈറ്റിൽ വരും. അവർക്ക് ഞാൻ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ കൊടുക്കും. അതുപോലെ തന്നെ സ്പോർട്സ് സംബന്ധമായ മറ്റു പല ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും കോറയുടെ റിസൾട്ടാണ്, വെബ്സൈറ്റാണ് ഗൂഗിളിൽ ആദ്യമായിട്ട് റിസൾട്ട് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കോറയിലേക്ക് വരുന്നവരാണെങ്കിലും എൻ്റെ ഒരു ആൻസർ കണ്ടിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഇത്രയും പൈസ കിട്ടാൻ തുടങ്ങിയപ്പോൾ വേണ്ടതും വേണ്ടാത്തതുമായ പല സാധനങ്ങളും ഞാൻ ഓൺലൈനായിട്ട് ഈ സമയത്ത് വാങ്ങാൻ തുടങ്ങി. ബിസിനസ്സിലൂടെ ലഭിച്ച ഈ ഒരു പണം ശരിയായ രീതിയിൽ റീഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കെയിലപ്പ് ചെയ്യാനോ ഉള്ള ഒരു ബോധമോ അറിവോ ഒന്നും എനിക്ക് ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ താഴോട്ടുള്ള വീഴ്ചയാണ്
ഒന്നാമതായിട്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അവസരം, നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അതേ അവസരം തന്നെ കണ്ടിട്ട് കോമ്പറ്റീഷനായിട്ട് കുറേ ആളുകൾ വരുന്നതാണ്. ആ സമയത്ത് ഞാൻ വെബ്സൈറ്റ് വേർഡ് പ്രസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ നെറ്റ്ലിഫൈ എന്ന് പറയുന്ന ഒരു സർവീസാണ് ഉപയോഗിക്കുന്നത്. കോമ്പറ്റീഷൻ പതുക്കെ കൂടി വന്നപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഡൗൺ ആക്കാനായിട്ട് പലരും ശ്രമിക്കാൻ തുടങ്ങി. ഒന്നാമതായിട്ട് ബ്ലാക്ക് ഹാറ്റ് SEO അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുക, മറ്റ് ബ്ലാക്ക് ഹാറ്റ് രീതികൾ അവർ ഉപയോഗിക്കും. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു അറ്റാക്കാണ് അവർ ചെയ്തത്. എന്നാൽ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി പ്ലഗിൻ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ വെബ്സൈറ്റ് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ ഒരു അറ്റാക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് വളരെയധികം സ്ലോ ആകുന്നതാണ്, ലോഡ് ആകുന്നതല്ല. അങ്ങനെ ലോഡാകാതിരിക്കുമ്പോൾ ഗൂഗിൾ എന്താണ് ചെയ്യുന്നത്, മറ്റ് സൈറ്റുകൾ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കോറയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി, ആ സമയത്ത് എനിക്ക് 2-3 വ്യത്യസ്തമായിട്ടുള്ള കോറ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഒരു അക്കൗണ്ടിൽ നിന്ന് ഉത്തരവ് എഴുതിയിട്ട് വേറെ അക്കൗണ്ടിൽ കൂടെ ചെന്ന് അപ്ലോഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ കോറ മോഡറേഷനൊക്കെ ശക്തമാക്കിയതോടെ എൻ്റെ എല്ലാ അക്കൗണ്ടുകളും ബാൻ ആകുകയാണ് ചെയ്തത്. കോറ ഉത്തരങ്ങളിൽ അഫിലിയേറ്റ് ലിങ്ക് ഉൾപ്പെടുത്താൻ സാധിക്കാതായി. അതുപോലെ തന്നെ ആൻസർ വിക്കി അവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ ഗ്രാഫിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ താഴേക്ക് പോവുകയാണ്. അതേ സമയത്താണ് ഈ ഒരു ബിസിനസ് അവസരം കണ്ടെത്തിയിട്ട് വലിയ പല കമ്പനികളും, പുതിയ കമ്പനികളും, പരിചയവും അല്ലെങ്കിൽ സാമ്പത്തികവും ധാരാളമുള്ള കമ്പനികളും മുന്നോട്ട് വരാൻ തുടങ്ങി. അവരൊക്കെ ഇത് മുതലെടുക്കാനുള്ള പരിപാടിയാണ്. ന്യൂസ് കമ്പനികൾ മുതൽ ഒറ്റയ്ക്കുള്ള ആളുകൾ വരെ ഒരു കോമ്പറ്റീഷനും ഇല്ലാത്ത ഈ ഒരു മേഖല ഒരു തരത്തിലും പറ്റാത്ത രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്നും പ്രശ്നമാകുമെന്നും എനിക്കറിയാമായിരുന്നു. ആ സമയത്ത് ഇതൊരു ബ്ലോഗ് മാത്രം ഞാൻ തുടർന്നാൽ ശരിയായില്ല എന്നും പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും എനിക്ക് തോന്നി. അങ്ങനെയാണ് സ്പോർട്സ് പ്രൊഡക്റ്റുകൾ തന്നെ റിവ്യൂ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലും പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ചാനലും തുടങ്ങിയത്. ടൈമിംഗ് ഒക്കെ വളരെ കൃത്യമായിരുന്നു. കാരണം ഇന്ത്യയിൽ ജിയോയൊക്കെ ആയി വരുന്ന സമയമാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഒരു കുഴപ്പം കാരണം ഇതൊന്നും ശരിയായിട്ട് വന്നില്ല. നേരത്തെ സ്പോർട്സ് പ്രൊഡക്റ്റുകളെക്കുറിച്ചുള്ള ചാനൽ തുടങ്ങിയ ആ ചാനലാണിത്. സ്പോർട്സ് പ്രൊഡക്റ്റുകളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് അത് വേറൊരു ചാനലിലേക്ക് മാറ്റി. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ചാനൽ അത്യാവശ്യം സക്സസ്ഫുള്ളായി വന്നതാണ്. ആ ഒരു ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 10,200 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ കുറേയധികം വ്യൂസും ഒക്കെ ആയതാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ഇപ്പോൾ ചെയ്തിരുന്നെങ്കിൽ വളരെ സക്സസ്ഫുള്ളായിട്ടൊരു ചാനലായിട്ട് മാറുമായിരുന്നു. കാരണം ഇപ്പോഴത്തെ പോലെയല്ല, ആ സമയത്ത് ഭയങ്കരമായ രീതിയിൽ പുതിയ ആളുകൾ ഇൻ്റർനെറ്റ് എടുക്കുകയും അതുപോലെ തന്നെ ജിയോയും മറ്റ് ഇൻ്റർനെറ്റ് സേവനങ്ങളും വളരെ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെ വീഡിയോകൾ ആ സമയത്ത് പിന്നീട് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അതെന്തോ ഒരു കൊള്ളില്ലെന്ന് തോന്നി. എൻ്റെ ശബ്ദം എനിക്ക് തന്നെ കേൾക്കുമ്പോൾ വല്ലാത്ത പോലെ. അങ്ങനെയാണ് ആ ചാനൽ ഡിലീറ്റ് ചെയ്തത്. അതൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നുവെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ആ സമയത്ത് കിട്ടിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്, ഓഡിയോ എഡിറ്റിങ്, വോയിസ് ഓവർ, അത്യാവശ്യം തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാം തുടങ്ങി ധാരാളം സ്കില്ലുകൾ പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇതിപ്പോൾ തന്നെ പറഞ്ഞ് കുറേ ആയെന്ന് എനിക്കറിയാം. അപ്പോൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ ഇതുവരെ എന്ന് എനിക്കറിയില്ല. എന്തായാലും അപ്പോൾ ആ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വളരെ സക്സസ്ഫുള്ളായിട്ട് മാറിയത്. എന്നാൽ ഇപ്പോഴും ധാരാളം അവസരങ്ങൾ ഒരുപക്ഷേ നമുക്ക് ചുറ്റുമുണ്ടാകാം. അത്തരത്തിലുള്ള അവസരങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുകയും ചെയ്യാൻ സാധിച്ചാൽ ഇപ്പോഴും സക്സസ്ഫുൾ ആകാൻ പറ്റുന്ന ധാരാളം അവസരങ്ങൾ, ലൂപ്പ് ഹോളുകൾ എന്ന് വേണമെങ്കിൽ പറയാൻ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. ഈ കഥയ്ക്ക് ബാക്കി ധാരാളം പാർട്ടുകളുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ ബാക്കി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. കാരണം ഇപ്പോൾ തന്നെ ഇത് വലിയൊരു വീഡിയോ ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് വേർഷൻ ഞാൻ കോറയിൽ ഉത്തരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഇടുന്നതാണ്. ഇനി അത് കഴിഞ്ഞ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് കൂടുതൽ വിവരങ്ങളും എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസരങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.